അമ്മയ്ക്കെപ്പോഴും വല്ലാത്തൊരു സുഗന്ധമാണ്. അമ്മ പോയതിൽ പിന്നെ തൻ്റെ ജീവിതത്തിലേക്കും പഴയ സുഗന്ധമോ നിറങ്ങളോ ഉണ്ടായിരുന്നതല്ല. അമ്മയുടെ വിടവ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ വളരെ വലിയ ഒരു ആഘാതം തന്നെയായിരുന്നു. എല്ലാം കൊണ്ടും താൻ ഒറ്റപ്പെട്ടു പോയ ബാല്യം ചേർത്തു നിർത്താൻ ചെറിയച്ഛനും ചെറിയമ്മയും മറ്റു ബന്ധുക്കളും ശ്രമിച്ചെങ്കിലും ആ വിടവ് നികത്താൻ അവർ സാധിച്ചിരുന്നില്ല. എപ്പോഴും എല്ലാവരിൽ നിന്നും ഒരകലം പാലിച്ചത് മനഃപൂർവ്വമാണ്. എങ്കിൽ മാത്രമേ എൻ്റെ ഉള്ളിൽ എരിയുന്ന കനലിൻ്റെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോഴാണ് എൻ്റെ പകയുടെ ആഴം കൂടൂ. ആ ചൂടിൽ ഉത്തമൻ്റെ ജീവിതം, സന്തോഷങ്ങളും സ്വപ്നങ്ങളും എനിക്കില്ലാതാക്കണം. അയാളുടെ മുന്നിൽ വെച്ച് തന്നെ സ്വന്തം മകളുടെ ജീവിതം തകരുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ സ്വയം നീറി അയാൾ ഇല്ലാതാവണം. അതിനുവേണ്ടിയാണ് അയാളുടെ ഏറ്റവും വലിയ ബലഹീനതയായ അവളെ തന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. ചെയ്ത തെറ്റിൻ്റെ ഫലം അവൾ കൂടെ അനുഭവിക്കണം. അയാളുടെ രക്തമല്ലേ, അപ്പം അനുഭവിച്ചേ പറ്റൂ. ചിന്തകൾ കാട് കയറും തോറും യാദവിൻ്റെ കണ്ണുകളിലെ ചുവപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് അവൻ്റെ ഉള്ളിലെ പക അഗ്നിയായി ആളിക്കത്തി. തൻ്റെ കയ്യിലിരിക്കുന്ന ലിക്കറിൻ്റെ ബോട്ടിൽ വായിലേക്ക് കമഴ്ത്തുമ്പോൾ മുൻപിൽ കാണുന്ന ലക്ഷ്യം ഉത്തമൻ്റെ പതനം മാത്രമായിരുന്നു. മരണത്തേക്കാൾ വലിയ ശിക്ഷ തന്നെ അയാൾ അനുഭവിക്കണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ 28 വർഷം കാത്തിരുന്നതും. ആ മുറിയിൽ ഇപ്പോഴും തകർന്നിരിക്കുന്ന ഉത്തമനെ നോക്കിയിരിക്കുവാണ് ഉമ. ഇതുവരെ അയാൾ ആരോടും ഒന്നും മിണ്ടിയിട്ടില്ല. അതേ ഇരിപ്പാണ്. കുറച്ചു നേരം കൂടി തകർന്നിരിക്കുന്ന ഉത്തമനോടൊപ്പം ഇരുന്നതിനു ശേഷമാണ് ഉമയ്ക്ക് ആമിയുടെ കാര്യം ഓർമ്മ വന്നത്. ഇത്രയും നേരം താൻ തൻ്റെ ഭർത്താവിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. എന്നാൽ തൻ്റെ മകളുടെ അവസ്ഥ എന്തായിരിക്കും? ഉമയ്ക്കൊരു നിമിഷം അവരോട് തന്നെ ദേഷ്യം തോന്നി. എത്രത്തോളം ദുഃഖം എൻ്റെ മോള് സഹിക്കുന്നുണ്ടാകും. വെപ്രാളത്തോടെ ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ആമിയെക്കുറിച്ചുള്ള ആകുലതയായിരുന്നു ആ അമ്മയുടെ മനസ്സ് നിറയെ. ഹാളിലും മുറിയിലും ഒന്നും ആമിയെ കാണാതായതും ഉമയുടെ ഉള്ളിൽ ഭയം വർദ്ധിച്ചു. ടെൻഷനോട് ആ വീട് മുഴുവൻ അവളെ തിരക്കുമ്പോൾ മുകളിലെത്തിയ ആമിയുടെ മുറിയിലേക്ക് മാത്രം ഉമ പോയില്ല. എന്നാൽ മറ്റെവിടെയും അവളെ കാണാതായതും രണ്ടും കൽപ്പിച്ച് മുകളിലേക്ക് പോകാൻ തന്നെ ഉമ തീരുമാനിച്ചു. എന്നാൽ പടി കയറുന്നതിന് മുൻപാണ് പൂജാമുറിയിൽ നിൽക്കുന്ന രൂപം ഉമയുടെ കണ്ണിൽ പെടുന്നത്. നിറകണ്ണുകളോടെ നിൽക്കുന്ന ആമിയെ കണ്ടത് ഉമയുടെ ഉള്ളൊന്ന് തുടിച്ചുപോയി. വെപ്രാളത്തോടെ പോയി ആമിയുടെ തോളിൽ കൈവച്ചതും അതുവരെ മറ്റെന്തോ ചിന്തിച്ചിരുന്ന ആമി നിറഞ്ഞ കണ്ണുകളോടെ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണിൽ നിന്ന് തന്നെ അവളിപ്പോൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അവൾക്ക് മനസ്സിലായിരുന്നു. മോളെ. തൻ്റെ മകളുടെ അവസ്ഥ കാണാൻ കഴിയാതെ ആ അമ്മ തൻ്റെ മകളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ചായാനൊരു തോളി കിട്ടിയതും തൻ്റെ സങ്കടം മുഴുവൻ ആ അമ്മയുടെ മുൻപിൽ ആമി ഇറക്കി വെച്ചു. അവളുടെ കണ്ണുനീർ ഉമയുടെ ദേഹത്തെ കണ്ണുനീർ തുള്ളികളായി പതിച്ചുകൊണ്ടിരുന്നു. കുറച്ചു സമയം അമ്മയുടെ തോളിൽ ചാഞ്ഞതും വല്ലാത്തൊരു സമാധാനം തന്നിൽ വന്നു നിറയുന്നത് ആമി അറിഞ്ഞു. തൻ്റെ ഈ അവസ്ഥ അമ്മയെ മാനസികമായി തകർക്കുമെന്ന് ഉറപ്പായതും അവൾ തൻ്റെ സങ്കടത്തെ അടക്കിക്കൊണ്ട് അവരിൽ നിന്നും അടർന്നു മാറി. അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പൊക്കോ, എനിക്കൊന്നുമില്ല. തൻ്റെ ദുഃഖം ഉള്ളിൽ ഒതുക്കി പറയുന്ന ആമിയെ അവർ വേദനയോടെ നോക്കി നിന്നു. അമ്മ പൊക്കോ, എനിക്കൊന്നുമില്ല. ഇനി എന്തു തന്നെയായാലും നാളെ കാലത്ത് അയാൾ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അമ്മയോ അച്ഛനോ വിചാരിച്ച് അയാളെ തടയാൻ കഴിയില്ല. നമ്മളെ സഹായിക്കാനും ആരുമില്ല. നാളെ കഴിഞ്ഞാൽ ഞാനെല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കണം. പിന്നെ ഇന്ന് മാത്രം അമ്മ എന്നോടൊപ്പം ഇരുന്നിട്ട് എന്താ കാര്യം? മോളെ. ആമിയുടെ സംസാരം കേട്ടത് ഉമ അവളെ വേദനയോടെ വിളിച്ചു. എന്നാൽ അവരെ നോക്കി ഒന്ന് ചിരിച്ചു ആമി. അമ്മ പൊക്കോ, അച്ഛനാകെ വിഷമിച്ചിരിക്കുക. കുറ്റബോധം കൊണ്ട് അച്ഛന് വല്ല അവിവേകവും കാണിക്കുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അമ്മ ചെല്ല്. കുറച്ചു സമയമൊന്നും മിണ്ടിയില്ല. എങ്കിലും ആ ഭയം ഉമയുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. ആകെ തകർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ താൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ചെല്ലമ്മേ. എന്തോ ചിന്തിച്ചു നിൽക്കുന്ന ഉമയെ നോക്കി ആമി പറഞ്ഞതും അവളെ ഒന്ന് ദയനീയമായി നോക്കിയതിനു ശേഷം ഉമ തൻ്റെ മുറിയിലേക്ക് പോയി. ആമി കുറച്ച് സമയം കൂടെ പൂജാമുറിയിൽ നിന്നതിനു ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തൻ്റെ റൂമിലേക്ക് പോയി. മുകളിലേക്കുള്ള പടികൾ ഓരോന്നായി കയറുമ്പോഴും അവളുടെ മനസ്സ് മുഴുവൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നു. യാദവിൻ്റെ മുഖവും ഇന്ന് സമ്മതമില്ലാതെ തന്നെ വിവാഹം കഴിച്ചതും ഓർമ്മ വന്നതും അവൾ തൻ്റെ കണ്ണുകൾ മുറുക്കെ അടച്ചു. എന്തു തന്നെ വന്നാലും തളരാതെ അതിന് ധൈര്യമായി നേരിടണം. അതിന് മരണമാണെങ്കിൽ കൂടെ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയുടെ മുൻപിലെത്തിയതും അകത്തേക്ക് കയറാൻ മടിച്ച ആമി കുറച്ച് സമയം അതേ നിൽപ്പ് നിന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് കതക് തുറന്ന് അകത്തേക്ക് കയറി.
തൻ്റെ മുറിയാകെ അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചതും ആദ്യം മുടക്കിയത് നിലത്ത് വീണ് പൊട്ടിക്കിടക്കുന്ന തങ്ങളുടെ കുടുംബചിത്രത്തിലേക്കാണ്. ഒരു നിമിഷം ആമിയുടെ ഉള്ളൊന്ന് തുടിച്ചു. നിലത്ത് വീണ ആ ഫോട്ടോ കയ്യിലെടുത്തതും പൊട്ടിയ ഒരു ചില്ലിൻ കഷ്ണം അവളുടെ കയ്യിലേക്ക് തറഞ്ഞു വീണു. എന്നാൽ അവളുടെ കൈ വേദനിച്ചിരുന്നില്ല. അതിനേക്കാളേറെ മനസ്സിലായിരുന്നു വേദന. അവളുടെ കയ്യിൽ തുളച്ചു കയറിയ ചില്ല് കഷ്ണത്തിലൂടെ രക്തം നിലത്തേക്ക് ഇറ്റ് വീണുകൊണ്ടിരുന്നു. അത് കാര്യമാക്കാതെ ആ ചില്ലിൻ കഷ്ണം കയ്യിൽ നിന്നും വലിച്ചു പുറത്തേക്കെടുത്തതിന് ശേഷം ആ ചില്ല് മുഴുവൻ വാരിക്കളയാനായി മാറ്റിവെച്ചു. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു. അതിലേക്ക് അവളുടെ കയ്യിൽ നിന്ന് 2 തുള്ളി രക്തം വീണു. ആ രക്തമെല്ലാം മറ്റേ കൈ കൊണ്ട് തുടച്ചു നീക്കി അത് എടുത്തു വെച്ചു. ഫോട്ടോയും ഫ്രെയിമും എടുത്തു വെച്ച് തല ഉയർത്തി നോക്കിയ ആമി കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന യാദവിനെയാണ്. ഒരു നിമിഷം അവൾ ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ അവൾ ധൈര്യം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ മുഖത്തെ ഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് സാധിച്ചില്ല. ഒരു ഞെട്ടലോടെ അവനെ തന്നെ നോക്കി നിന്ന് അവളുടെ കണ്ണിൽ ആദ്യം മുടക്കിയത് വലത് കൈയിൽ അവൻ പിടിച്ചിരിക്കുന്ന ബോട്ടിലേക്കായിരുന്നു. ആ ബോട്ടിൽ കണ്ടപ്പോൾ തന്നെ അതിൽ പകുതി മുക്കാലോളം അവൻ അകത്താക്കിയിട്ടുണ്ട് എന്നവൾക്ക് മനസ്സിലായി. കൂടാതെ അവൻ്റെ അടുത്തു നിന്ന് മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം വരാൻ തുടങ്ങിയതും അവളുടെ മുഖം ചുളിഞ്ഞു. പെട്ടെന്ന് അവൻ്റെ ചുവന്ന കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവും അവൾ ഭയത്തോടെ നോക്കി നിന്നു. അവളെ തന്നെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് യാദവ് അവളുടെ അടുത്തേക്ക് നടന്നു. ആമി തൻ്റെ കയ്യിലുള്ള ഫോട്ടോ ഇറുകെ പിടിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റു നിന്നു. അവൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ അവനിൽ നിന്നും അകന്നു നടക്കാൻ തുടങ്ങി. എന്നാൽ അതിനനുസരിച്ച് മുൻപോട്ട് അവനും. എന്നാൽ പെട്ടെന്നൊട്ടും പ്രതീക്ഷിക്കാതെ അവളുടെ കയ്യിലുള്ള ആ ഫോട്ടോ അവൻ ദേഷ്യത്തിൽ പിടിച്ചു വാങ്ങി. എന്നിട്ടൊട്ടും ദയയില്ലാതെ അത് 4 കീറി എറിഞ്ഞിരുന്നു യാദവ്. ആമിയുടെ കണ്ണ് നിറഞ്ഞുപോയി. അത്രത്തോളം കാത്തിരുന്ന് ആഗ്രഹിച്ചെടുത്ത ഫോട്ടോ ആയിരുന്നു അത്. കഴിഞ്ഞ അമ്മയുടെയും അച്ഛൻ്റെയും വിവാഹ വാർഷികത്തിന് അവൾ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തതും ആ ഫോട്ടോ തന്നെയായിരുന്നു. അവർ കുടുംബസമേതം ഫോട്ടോസ് എടുക്കൽ വളരെ അപൂർവമാണ്. അന്ന് അച്ഛനെയും അമ്മയെയും ഒരുപാട് നിർബന്ധിച്ചാണ് കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുത്തത്, അതും തൻ്റെ പിറന്നാൾ ദിനത്തിൽ. ആമിക്ക് വല്ലാത്ത വേദന തോന്നി. കഴിഞ്ഞ 4 വർഷമായി നിധി പോലെ സൂക്ഷിച്ച ഫോട്ടോ ആണിത്. അമ്മ എടുത്തു വയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും എന്നും തനിക്കിത് കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ് താൻ തന്നെയാണ് ഇവിടെ വെച്ചത്. എന്നിട്ടിപ്പോൾ അവളുടെ കണ്ണുകൾ അവനോടുള്ള ദേഷ്യം കൊണ്ടും ഫോട്ടോ നശിപ്പിച്ചതിലുള്ള സങ്കടം കൊണ്ടും ചുവന്നു വന്നു. നിങ്ങൾ എന്തിനാ ആ ഫോട്ടോ കീറിയത് എന്ന് ചോദിച്ച് അവനോട് അലറുമ്പോൾ അവനോടുള്ള ഭയം പോലും അവൾ മറന്നു പോയിരുന്നു. മനോഹരമായ തൻ്റെ കുടുംബചിത്രം നശിപ്പിച്ചതിൻ്റെ സങ്കടം മാത്രമായിരുന്നു അവളിൽ. കാരണം അത് അവൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ തനിക്കെതിരെ ശബ്ദമുയർത്തി സംസാരിച്ച ആമിയോട് അവന് ദേഷ്യം കൂടുകയാണ് ചെയ്തത്. നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യവും മദ്യത്തിൻ്റെ ലഹരിയും അവനൊരു ഭ്രാന്തനാക്കി. അവൻ്റെ കണ്ണുകളിൽ ചുവപ്പ് നിറം വർദ്ധിച്ചു വന്നു. അതേ ദേഷ്യത്തോടെ തന്നെ അവളുടെ മുടിക്കുത്തിന് പിടിച്ച് തന്നോട് ചേർത്തിരുന്നു യാദവ്. പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ നീക്കത്തിൽ ഒന്ന് ഭയന്നു പോയി ആമി. ഈ ഫോട്ടോ നശിപ്പിച്ചു കളഞ്ഞതുപോലെ നിന്റെ കുടുംബം ഞാൻ നശിപ്പിക്കും. സ്വസ്ഥമായി ഒന്ന് ശ്വാസം വിടാൻ പോലും ഞാൻ നിങ്ങളാരെയും അനുവദിക്കില്ല. അതെൻ്റെ വാശിയാണ്, എൻ്റെ പകയാണ്. നിന്റെ തന്ത ആ പന്ന മോനോടുള്ള എൻ്റെ പക. അവൻ്റെ വാക്കുകൾക്ക് വല്ലാത്ത കട്ടിയായിരുന്നു. ഉള്ളിലുള്ള പകയുടെ കാഠിന്യം അവൻ്റെ വാക്കുകളിലൂടെ വ്യക്തമായിരുന്നു. അവളോട് സംസാരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ അവൾ കണ്ടിരുന്നത് പകയായിരുന്നു, പക മാത്രം. ചുവന്ന കണ്ണുകളോടെ തന്നോട് കയർക്കുന്ന അവൻ്റെ രാക്ഷസരൂപം കാണി ആമി അറിയാതെ ഒന്ന് ഉമിനീരിറക്കി പോയി. ഭയന്നു പോയി അവൾ. ഈ ഫോട്ടോ ഒന്ന് നശിപ്പിച്ചപ്പോൾ നിനക്ക് സഹിക്കുന്നില്ല അല്ലേ? നിന്റെ തന്ത ആ പൊന്നമോൻ നശിപ്പിച്ചത് എൻ്റെ കുടുംബമാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവനാ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സ്, എൻ്റെ അച്ഛൻ്റെ ആത്മാഭിമാനം, സൽപ്പേര്, സമ്പാദ്യം. അപ്പോൾ അതിനെല്ലാം ഞാൻ കണക്ക് ചോദിക്കണ്ടേ? അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. നിന്റെ തന്തയുടെ ഒരേ ഒരു ബലഹീനത അത് നീയാണ്. പൊന്നുമോളുടെ ദേഹത്തൊരു മുള്ളു കൊണ്ടാൽ പോലും അയാൾക്ക് സഹിക്കില്ല. അപ്പം നിന്റെ ജീവിതം ഞാൻ തകർത്താലോ? പിന്നെ അയാൾ ജീവിച്ചിരിക്കുന്ന ശവമാണ്. അതാണ് എനിക്ക് വേണ്ടത്. അത് പറഞ്ഞ് പകയോടെ ചിരിച്ചു യാദവ്. ക്രൂരമായ ചിരി, ഒരു വേട്ടമൃഗത്തിൻ്റെ ചിരി. അതോടൊപ്പം ആമിയെ എടുത്തുയർത്തിയിരുന്നു അവൻ. അവളെ എടുത്തുയർത്തി ബെഡിലേക്കിട്ടു. അതോടൊപ്പം തന്നെ അവളെ ശരീരത്തിലേക്ക് അമർന്നിരുന്നു. പിന്നെ അവിടെ ഒരു വിളയാട്ടമായിരുന്നു. അവൻ്റെ പകയും ദേഷ്യവും വാശിയുമെല്ലാം അവളുടെ ശരീരത്തിൽ അവൻ തീർത്തു.
അവളുടെ സമ്മതം പോലും ചോദിക്കാതെ അവൻ അവളെ സ്വന്തമാക്കി. എല്ലാ അർത്ഥത്തിലും അവൻ്റെ ദേഷ്യം മുഴുവൻ അവളുടെ ശരീരത്തിൽ അവൻ വേദനിപ്പിച്ചുകൊണ്ടാണ് തീർത്തത്. ആമി ഒരുപാട് കരഞ്ഞുകൊണ്ട് അവനെ എതിർത്തുവെങ്കിലും അവൻ അതിലൊന്നും വീഴുന്നില്ല. അപ്പോഴും അവനുള്ളിൽ പക മാത്രമായിരുന്നു, ഉത്തമനോടുള്ള ദേഷ്യമായിരുന്നു. അവളെന്ന പെണ്ണിനെ അവനൊന്ന് പരിഗണിച്ചത് പോലുമില്ല. അവളുടെ സമ്മതമില്ലാതെ അവളെന്ന പെണ്ണിലേക്ക് അവൻ വീണ്ടും വീണ്ടും ആഴ്ന്നിറങ്ങി. ആമിയിൽ ആ സമയം വല്ലാത്തൊരു മരവിപ്പായിരുന്നു. ആ രാത്രി മുഴുവൻ അവളെന്ന പെണ്ണിനെ അവൻ വേദനിപ്പിച്ചുകൊണ്ട് സ്വന്തമാക്കി. രാവിലെ അവൻ ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടാണ് എഴുന്നേറ്റത്. അവൻ ഫോൺ ഒന്നുകൂടെ ചെവിയിലേക്ക് ചേർത്ത് പിടിച്ചു. യാദവ് ഗൗരവത്തിലൊന്ന് മൂളിയതും സേവിയർ അവനോട് സംസാരിച്ചു തുടങ്ങി. അത് സർ, അർജുന സാറിനൊരു ആക്സിഡൻറ്റ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, കുറച്ച് ക്രിട്ടിക്കലാണ്. സേവിയറിൻ്റെ സംസാരം കേട്ടതും യാദവ് ശ്വാസമൊന്ന് ആഞ്ഞെടുത്തു. ഞാനിപ്പോൾ വരാം. അത്രമാത്രം സംസാരിച്ച് അവൻ ഫോൺ വെച്ചു. ഫോൺ ബെഡിലേക്ക് വെച്ച് അവൻ മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്തു. അപ്പോഴാണ് അവൻ്റെ കണ്ണ് തനിക്ക് തൊട്ടടുത്ത് നഗ്നമായി കിടക്കുന്ന പെണ്ണുടലിൽ പതിയുന്നത്. അവൻ അവളെ ആകമൊത്തമൊന്ന് നോക്കി. കരഞ്ഞവളുടെ മുഖമെല്ലാം നീര് വന്നിട്ടുണ്ട്. കവളിൽ ഒലിച്ചിറങ്ങിയ കണ്ണുനീരിൻ്റെ അടയാളം തെളിഞ്ഞു കാണാം. അവളുടെ മാറിലും വയറിലും എന്തിന് ദേഹത്ത് മുഴുവൻ അവൻ്റെ പല്ലിൻ്റെയും നഖത്തിൻ്റെയും അടയാളം തെളിഞ്ഞു കാണുന്നുണ്ട്. അത് കാണി അവളെ ഒന്ന് പുച്ഛിച്ചതിന് ശേഷം യാദവ് തൻ്റെ പുതപ്പെടുത്ത് അവളുടെ ദേഹത്തേക്കിട്ടു. പിന്നെ ബെഡിൻ സൈഡിൽ കിടന്ന് തൻ്റെ ഷോർട്ട്സ് എടുത്തണിഞ്ഞു. അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ കയറി ഫ്രഷായി പുറത്തേക്കിറങ്ങി. അവളെ ഒന്നുകൂടെ നോക്കിയതിനു ശേഷം തൻ്റെ ബാഗിൽ നിന്ന് വേണ്ട വസ്ത്രങ്ങൾ എടുത്ത് അവൻ ചേഞ്ച് ചെയ്തു. പിന്നെ തൻ്റെ ബാഗും ഫോണും എടുത്ത് പുറത്തേക്കിറങ്ങി. സമയം നോക്കിയപ്പോൾ വെളുപ്പിന് 5 മണി ആയിരുന്നു. ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങുന്നതിന് മുൻപ് അവളെ അവന് നോക്കിയിരുന്നു. അവൾ അപ്പോഴും നല്ല മയക്കത്തിൽ തന്നെയാണ്. പിന്നെ അവൻ വേഗം പുറത്തിറങ്ങി. ഹാളിലും കിച്ചണിലുമെല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എന്തിന്? ഡോറ് പോലും ലോക്ക് ചെയ്തിട്ടില്ല. അതിൽ നിന്ന് തന്നെ ആ വീട്ടിലെ ആളുകളുടെ ഉള്ളിലെ സംഘർഷം അവന് മനസ്സിലായിരുന്നു. അപ്പോൾ തന്നെ അവൻ്റെ മുഖത്തൊരു പുച്ഛച്ചിരി നിറഞ്ഞു. രാവിലെ ഒരു പ്രകടനം കൂടെ അവൻ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ആമിയെ കൂടെ കൊണ്ടുപോകണമെന്ന് ഉറപ്പിച്ചാണ്. എന്നാൽ അതിനെല്ലാം ഇടയിലാണ് അർജുൻ്റെ ആക്സിഡൻറ്റ് വന്നത്. അവൻ പുറത്തേക്കിറങ്ങിയതും കാറിൽ സേവിയർ ഇരിക്കുന്നുണ്ട്. അയാളുടെ മുഖത്ത് സംഘർഷത്തിൽ നിന്ന് തന്നെ അർജുൻ്റെ നില കുറച്ച് ഗുരുതരമാണെന്ന് അവന് മനസ്സിലായി. കാറിനടുത്തേക്ക് നടന്നു വരുന്ന യാദവിനെ കണ്ടതും സേവിയർ പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. എന്നിട്ട് അവൻ ഇരിക്കാനുള്ള സീറ്റിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു. യാദവ് കയറിയിരുന്ന് ഉടനെ സേവിയർ പെട്ടെന്ന് കാർ മുന്നോട്ടെടുത്തു. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം, അർജുനെ കാണണം എന്നായിരുന്നു അപ്പോൾ യാദവിൻ്റെ മനസ്സിൽ. സൂര്യകിരണം കണ്ണിൽ പതിച്ചപ്പോഴാണ് ആമി കണ്ണു തുറന്നത്. അവളുടെ ശരീരം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. കണ്ണാകെ വീർത്തിറക്കിയാണ്. കൺപോള വല്ലാതെ വേദന തോന്നി അവൾക്ക്. തലേ ദിവസത്തെ ഓർമ്മകൾ അവളുടെ മനസ്സിലൂടെ കടന്നു പോയതും ആമി തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. എന്നാൽ അപ്പോഴും ശരീരത്തിലെ വേദന അവളെ പൊതിഞ്ഞിരുന്നു. ശരീരം നുറുങ്ങുന്ന വേദനയിലും അവൾ വേഗം പിടഞ്ഞെഴുന്നേറ്റു. തൻ്റെ ശരീരത്തിൽ കാണുന്ന അവൻ്റെ പല്ലിൻ്റെയും നഖത്തിൻ്റെയും പാടുകൾ തലേന്ന് നടന്നതെല്ലാം സ്വപ്നമല്ല എന്ന് അവൾ ഉറപ്പുവരുത്തി. കുറച്ചു നിമിഷം ആമി നിർവികാരമായിരുന്നു. ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ ജീവിതത്തിലുണ്ടായ മാറ്റം, യാദവ് സമ്മതമില്ലാതെ ബലമായി തന്നെ വിവാഹം കഴിച്ചതും തന്നെ എതിർത്തുകൊണ്ട് തൻ്റെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിച്ചതും ഓർക്കെ അവൾ പൊട്ടിക്കരഞ്ഞു. അവൾക്ക് മനസ്സും ശരീരവും ഒരുപോലെ വല്ലാത്ത വേദനിക്കുന്നുണ്ടായിരുന്നു. ഏതൊരു പെണ്ണിനും വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ താൻ ആഗ്രഹിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതപ്രകാരം തന്നെ മനസ്സിലാക്കുന്ന, അംഗീകരിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു. അവിടെ സമ്പത്തിനും സൗന്ദര്യത്തിനും വിദ്യാഭ്യാസത്തിനും പ്രായത്തിനും ഒന്നും പ്രസക്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ തൻ്റെ ജീവിതത്തിൽ നടന്നത് അതിന് വിപരീതമായുള്ള കാര്യങ്ങളും. തൻ്റെ ശരീരത്തെ മൂടിയിരിക്കുന്ന പുതപ്പൊന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു ആമി. യാദവിനെ ഇന്നലത്തെ അവൻ്റെ പെരുമാറ്റവും വാക്കുകളും ഓർക്കെ യാദവിനോട് എന്തെന്നില്ലാത്ത വെറുപ്പും ദേഷ്യവും പകയും തോന്നി അവൾക്ക്. തന്നെ കടിച്ചു കീറി അവനെ കൊല്ലാൻ തോന്നി അവൾക്ക്. അവനെ എതിർക്കാൻ കഴിയാത്തതിൽ അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി. അവൻ തൊട്ട തൻ്റെ ശരീരത്തോട്ട് പോലും അവൾക്ക് വെറുപ്പ് തോന്നി. തൻ്റെ കയ്യിൽ കിട്ടിയ ഓരോ സാധനങ്ങളായി എറിഞ്ഞുടച്ചൊരു ഭ്രാന്തിയെ പോലെ അവൾ അലറിക്കരഞ്ഞു. എല്ലാം തകർന്നവളെ പോലെ. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ തൻ്റെ മുടിയിൽ കോർത്ത് വലിച്ചു. അവസാനം എല്ലാം നഷ്ടപ്പെട്ടതുപോലെ മുടിയിൽ കൈകോർത്ത് ചുവരോട് ചേർന്നിരുന്നു തേങ്ങുമ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആകെ തകർന്നിരുന്നു അവൾ. സൂര്യപ്രകാശം കണ്ണിൽ പതിച്ചപ്പോഴാണ് ഉമ കണ്ണു തുറന്നത്. ഞെട്ടലോടെ ക്ലോക്കിലേക്ക് നോക്കിയതും 8 മണി കഴിഞ്ഞു.
തലേന്നത്തെ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നപ്പോൾ അവൾ ആദ്യം തിരഞ്ഞത് ഉത്തമനെയാണ്. ആ മുറിയാകെ അയാളെ അന്വേഷിക്കുമ്പോൾ ഒരു വേള എന്തെങ്കിലും അബദ്ധം ചെയ്തു കാണുമോ എന്ന് ഭയന്നിരുന്നു അവർ. കാരണം ഉത്തമൻ്റെ മനസ്സ് അത്രത്തോളം സംഘർഷം നിറഞ്ഞിരിക്കുകയാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ അയാൾക്ക് കാവലിരുന്നതും. ടേബിളിനടുത്തുള്ള ചെയറിലിരുന്ന് ഉറങ്ങുന്ന ഉത്തമനെ കണ്ടപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത്. ഒന്ന് ആഞ്ഞു ശ്വാസമെടുത്ത് ചെയറിലേക്കിരുന്നു. അപ്പോഴാണ് അവർക്ക് ആമിയുടെ കാര്യം ഓർമ്മ വന്നത്. ഭഗവതി, എൻ്റെ കുഞ്ഞ്. ഇന്നലത്തെ യാദവിൻ്റെ പെരുമാറ്റവും സംസാരവും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ അവൻ്റെ മുഖവും മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും അവരിൽ ഭയം വന്നു നിറഞ്ഞു. നെറ്റിയിലും ചുണ്ടിലും വിയർപ്പ് കണങ്ങൾ രൂപപ്പെട്ടു.